ഹായ് ഹലോ, മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യങ്ങൾ, കറണ്ട് ഫീലിങ്സ്, ഇത്തരം കാര്യങ്ങൾ അറിയാം എന്നൊരു രീതിയിലാണ് നമ്മൾ 15 കാർഡ് ഷഫിൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് ഞാൻ പറയുന്നു. ടൈംലെസ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ 2 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് കപ്പ് വരുന്നുണ്ട്, 3 ഓഫ് വാൻസ് റിവേഴ്സ് ആണ്, 6 ഓഫ് സോർട്സ്, കിങ് ഓഫ് കപ്പ്, 2 ഓഫ് സോർട്സ്, അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. എംപ്രസ് വരുന്നുണ്ട്, എംപറർ വരുന്നുണ്ട്, മൂൺ കാർഡ് വരുന്നുണ്ട്, പേജ് ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ്, 9 ഓഫ് സോർട്സ്, ഹെർമിറ്റ്, ലവേഴ്സ് കാർഡ് വരുന്നുണ്ട്, ടെമ്പറൻസ് റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആ ചിന്തിക്കുന്ന വ്യക്തി ഇപ്പോൾ വളരെ സങ്കീർണവും അല്ലെങ്കിൽ വൈകാരികമായ വളരെ തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. മാനസികമായിട്ടുള്ള ആശയക്കുഴപ്പം, ഭയം എന്നിവയെ കാണിക്കുന്നുണ്ട്. 2 ഓഫ് സോർട്സും മൂണും 9 ഓഫ് സോർട്സും പറയുന്നത് ആ ഒരു വ്യക്തി വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണ് എന്നാണ്. രാത്രികളിൽ ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളോ അവരെ അലട്ടുന്നുണ്ട്. നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ അവർക്ക് ഭയമുണ്ടാകാം. മൂൺ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. എന്തോ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ 6 ഓഫ് കപ്പ് പറയുമ്പോൾ അവർ നിങ്ങളോടൊപ്പമുള്ള പഴയ നല്ല നിമിഷങ്ങളെയും ഓർമ്മകളെയും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരുപക്ഷെ ഒരു കുട്ടിത്തമുള്ള അല്ലെങ്കിൽ ഒരു പ്യുവറായിട്ടുള്ളൊരു സ്നേഹം അവർ നിങ്ങളിൽ കാണുന്നുണ്ടാകാം. വൈകാരികമായിട്ടുള്ള ഒരു ആഴത്തിനെ പറ്റി പറയുമ്പോൾ കിങ് ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ്, അതൊക്കെ പറയുന്നത് നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ള പുതിയതും പഴയതുമായ വലിയൊരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് മനസ്സിലുണ്ട് എന്നാണ്. എന്നാൽ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല. ഒരു വഴിമുട്ടിയ അവസ്ഥയെ പറയുന്നുണ്ട്. 3 ഓഫ് വാൻസ് റിവേഴ്സാണ്, 2 ഓഫ് വാൻസും റിവേഴ്സാണ്. ഓക്കെ, 2 കാർഡ് റിവേഴ്സാണ്. കാരണം ഒരു വാൻസിൻ്റെ കാർഡൊക്കെ ഒരു ആക്ഷൻ എടുക്കുന്നതിനെ പറ്റിയാണ്. അതെല്ലാം റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ അവർ പ്ലാനുകളെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു നിസ്സഹായാവസ്ഥ എന്ന് പറയില്ലേ, അത് നിങ്ങളാ ചിന്തിക്കുന്ന വ്യക്തി ഈ സമയം അനുഭവിക്കുന്നുണ്ട്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലവേഴ്സും ഏസ് ഓഫ് കപ്പും വരുന്നുണ്ട്. ഒരു ആത്മബന്ധമാണ്. നിങ്ങൾ തമ്മിൽ വെറും ഒരു ആകർഷണമല്ല, മറിച്ച് ആത്മാക്കൾ തമ്മിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ബന്ധമല്ലേ, ഒരു സോൾ കണക്ഷൻ, ഒരു പുതിയ തുടക്കത്തിനായുള്ള വലിയൊരു സ്നേഹം ഏസ് ഓഫ് കപ്പിൽ അവിടെ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. പരിപാലനവും ആകർഷണവും ഒക്കെ പറയുമ്പോൾ എംപ്രസ് കാർഡ്, ആ വ്യക്തി നിങ്ങളെ വളരെ ഉയർന്ന സ്ഥാനത്താണ് കാണുന്നത്. ഒരുപക്ഷെ ജീവിതം പൂർണ്ണമാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ സ്നേഹസമ്പന്നയായ അല്ലെങ്കിൽ സമ്പന്നനായ ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എംപറർ കാർഡ് നിയന്ത്രണവും സുരക്ഷിതത്വവുമാണ് പറയുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ സംരക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരണമെന്നോ ഉള്ള ആഗ്രഹമുണ്ട്. അവർ പുറമേക്ക് കടുപ്പത്തോടു കൂടി അഭിനയിച്ചാലും ഉള്ളിൽ സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ പറയുമ്പോൾ ഒരു അസന്തുലിതാവസ്ഥ പറയില്ലേ, ടെമ്പറൻസ് റിവേഴ്സാണ്. ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ബാലൻസ് ഇല്ല, വികാരങ്ങൾ ഒന്നുമില്ല. ഒന്നുകിൽ അമിതമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ പെട്ടെന്നുള്ള അകൽച്ച, അതാണ് ഈ കാർഡുകളിൽ പറയുന്നത്. മനഃപൂർവ്വമായിട്ടുള്ളൊരു ഉൾവലിയൽ, ഹെർമിറ്റ് കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്.
ആ വ്യക്തി ഇപ്പോൾ സ്വന്തം ലോകത്തേക്ക് അല്ലെങ്കിൽ അവരുടേതായ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. നിങ്ങളിൽ നിന്ന് അകന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ ആ വ്യക്തി നടത്തുന്നുണ്ടാകാം. 6 ഓഫ് സോഴ്സ് പറയുന്നത് വേദനയിൽ നിന്നുള്ളൊരു മാറ്റമാണ്. ഇപ്പോഴത്തെ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും എങ്ങനെയെങ്കിലും ശാന്തതയിലേക്ക് മാറണം എന്നൊരു ചിന്ത ഈ ഒരു സമയം അവർക്കുള്ളതായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക്, നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് കടുത്ത പ്രണയവും വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭയങ്ങളോ കാരണം അവർ സ്വയം ഒരു മതിൽ കെട്ടി അതിനുള്ളിൽ നിൽക്കുന്നൊരവസ്ഥ നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ഒരു മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ എന്തോ ഒന്ന് അവരെ തടയുന്നുണ്ടാകാം. അവർക്ക് കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ഇതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ സ്പേസ് കൊടുക്കുക. ഹെർമിറ്റ് കാർഡ് പറയുന്നത് അവർക്ക് സ്വയം ചിന്തിക്കാൻ സമയം വേണം എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ അവരമിതമായിട്ട് നിർബന്ധിക്കുകയോ ചോദ്യം ചെയ്യുകയോ അരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറ്റാൻ പറയുന്നുണ്ട്. 9 ഓഫ് സോർട്സ് നിങ്ങളുടെ എനർജിയെയും ബാധിക്കാം. കാരണം അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാം ശരിയാകും, ഞങ്ങളുടെ ബന്ധം സുരക്ഷിതമാണ് എന്ന് സ്വയം പറയാം. അഫർമേഷൻസ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ കൃത്യമാക്കുക. അവർ സംസാരിക്കാൻ വരുമ്പോൾ ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായി ഒരു കിങ് ഓഫ് കപ്സിനെ പോലെ പക്വതയോടുകൂടി തന്നെ കാര്യങ്ങളെ കേൾക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നുണ്ട്. ക്രിസ്റ്റൽ റെമഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനത്തിനും സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആയിട്ടൊരു റോസ് കോഡ്സിൻ്റെ ക്രിസ്റ്റല് കൈവശം വയ്ക്കുന്നതോ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെയും അവരുടെയും ഒരു ഹൃദയചക്രത്തിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും എന്ന് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ പറയുന്നുണ്ട്. കണ്ണുകൾ അടച്ച് ആ വ്യക്തിയുടെ നെറ്റിയിൽ നിന്ന് നിങ്ങളുടെ നെറ്റിയിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വെളിച്ചം വരുന്നതായിട്ട്, കാരണം അവരുടെ തേർഡ് ഐ പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ ഇതിലോട്ട് ഒരു വെളിച്ചം വരുന്നതായിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. അപ്പം അത് ടെലിപ്പതിക്കായിട്ട് അവരിലെ ആ ഒരു ഭയത്തിനെ മാറ്റാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിലെ കാർഡുകൾ പറയുമ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് വലിയൊരു സ്നേഹം ഈ ഒരു ബന്ധത്തിലുണ്ട്. ലവേഴ്സും എംപ്രസും ഏസ് ഓഫ് കപ്പൊക്കെ വരുന്നുണ്ട്. ശരിയായ സമയവും ക്ഷമയുമാണ് ഈ ഒരു അവസ്ഥയെ മാറ്റുന്നത്. ഓക്കെ. മൂന്നും 9 ഓഫ് സോർട്സും 2 ഓഫ് സോർട്സും വരുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയാണ് പറയുന്നത്. പുറമേക്ക് അവർ വളരെ ശാന്തമായിട്ട് അഭിനയിക്കുന്നുണ്ടാകാം. പക്ഷെ ഉള്ളിലെ കടുത്ത അസ്വസ്ഥതയുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് ഭയം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അവർ കാരണം നിങ്ങൾക്ക് വിഷമമുണ്ടാകുമോ അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ ഭാവി എന്താകും എന്നൊരു ചിന്ത അവരെ തളർത്തിക്കളയുന്നുണ്ടാകാം. കാരണം 2 ഓഫ് സോർട്സ് പറയുമ്പോൾ അവർ മനസ്സിനെ കല്ല് പോലെ ആക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ. ഹൃദയം പറയുന്നത് കേൾക്കണോ അതോ തലച്ചോറ് പറയുന്നത് കേൾക്കണോ എന്നറിയാത്ത ഒരവസ്ഥ. തീരുമാനമെടുക്കാനുള്ള ഒരു ഭയത്തിനെ ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പ്രണയത്തിൻ്റെ തീവ്രത നോക്കുമ്പോൾ ലവേഴ്സും എംപ്രസും ഏസ് ഓഫ് കപ്പും കിങ് ഓഫ് കപ്പും വന്നിട്ടുണ്ട്. ഓക്കെ. കാരണം ഇത് ഒരു റീഡിങ്ങിൽ വരാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും വന്നാൽ തന്നെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങളവരുടെ ആ വ്യക്തിയുടെ കണ്ണിൽ നിങ്ങൾ വേറെ ഒരു കാമുകിയോ കാമുകനോ മാത്രമല്ല, ഒരു ജീവിത പങ്കാളിയിൽ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന, സ്ത്രീയിൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പുരുഷനിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം ഒരു കടൽ പോലെയാണ്. ഒരുപാട് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പ്രണയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പറയാം. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അകന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ 3 ഓഫ് വാൻസ് റിവേഴ്സാണ്, 2 ഓഫ് വാൻസ് റിവേഴ്സാണ്, ടെമ്പറൻസ് റിവേഴ്സാണ്.
ഇവിടെയാണ് ആക്ച്വൽ പ്രശ്നം. സ്നേഹമുണ്ടായിട്ടും എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തരമാണത്. വാൻസാണ് വരുന്നത്. രണ്ട് കാർഡുകൾ റിവേഴ്സ് വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, മേ ബി കരിയർ ആവാം, കുടുംബമാവാം, സാമ്പത്തിക ആകാം, അവർ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെ വന്ന് കാണുന്നതിനോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനോ ഉള്ള വഴികൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥയായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാകാം. ടെമ്പറൻസ് പറയുമ്പോൾ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർ കഴിയുന്നില്ല എന്നാണ്. ഒന്നുകിൽ അവർ അമിതമായിട്ട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിശബ്ദമാകുന്നു. ആ ഒരു അവസ്ഥയായിരിക്കാം അവരുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. വാട്ട് ദേ വാണ്ട് റൈറ്റ് നൗ എന്ന് ചോദിച്ചാൽ 6 ഓഫ് കപ്പ്, പേജ് ഓഫ് കപ്പ്, ഹെർമിറ്റ്. ഇപ്പോൾ അവർ നിങ്ങളോടൊപ്പം ചെലവഴിച്ച പഴയ ചാറ്റുകളോ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച നല്ല കാര്യങ്ങളോ അങ്ങനെ അത്തരം പലതരം ഓർമ്മകൾ അവരിൽ നിൽക്കുന്നുണ്ടാകാം. അതാണ് ആ ഒരു 6 ഓഫ് കപ്പിൻ്റെ എനർജി വരുന്നത്. പേജ് ഓഫ് കപ്പ് പറയുമ്പോൾ ഒരു പ്രണയ സന്ദേശത്തിൻ്റെ കാർഡാണ്. കാരണം നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു സോറി പറയണം, അല്ലെങ്കിൽ ഒരു ഹായ് അയക്കണം, എന്തെങ്കിലും മെസ്സേജ് അയക്കണം, അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഹെർമറ്റിൻ്റെ എനർജി ഉള്ളത് കൊണ്ട് അവരവരുടെ ഒരു ആഗ്രഹത്തിനെ ഉള്ളിൽ തന്നെ അമർത്തി വെച്ച് സ്വയം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അമിതമായിട്ട് നിർബന്ധിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ മറുപടിക്കായിട്ട് വഴക്കിടുകയോ അങ്ങനെ വരുമ്പോൾ, കാരണം ഇതിലൊരു ഈഗോ അത്തരം കാര്യങ്ങളൊക്കെ വർക്കാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വെറുതെ വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബന്ധം താൽക്കാലികമായിട്ടുള്ളതല്ല. ലവേഴ്സും എംപ്രസും എംപററും മൂണും ഹെർമിറ്റും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ മേജർ അർക്കാനയിലുള്ള കാർഡുകളാണ്. ഒരു കാർമിക് സോൾ കണക്ഷൻ ആയിരിക്കാം. താൽക്കാലികമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ മാറി അവർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്വതയോടുകൂടിയുള്ള ഒരു സ്നേഹത്തിലോട്ട് തിരികെ വരിക തന്നെ ചെയ്യും എന്നും പറയുന്നുണ്ട്. അവരെ വെറുതെ വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾ എത്രത്തോളം റിലാക്സ് ആയിരിക്കാം, നിങ്ങളും അത്രത്തോളം നിങ്ങളുടെ ഒരു എനർജി അവരിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. കാരണം ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വൈബ്രേഷൻ കൂട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അവരൊരു എംപററായിട്ട് കടുപ്പത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു എംപ്രസിനെ പോലെ ശാന്തതയും സ്നേഹവും നിറഞ്ഞവളായിരിക്കുക എന്നാണ് പറയുന്നത്. എടുത്തു ചാടി ഈ ഒരു റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക്, നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് കാർഡുകൾ പറയുന്ന ഒരു സത്യം. പക്ഷെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വളരെയധികം മോശമാണ്. അവരെ മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയമില്ലാത്ത പോലെയോ അല്ലെങ്കിൽ ഒരു ഈഗോ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് നഷ്ടപ്പെടുമോ, നിങ്ങളോട് അമിതമായിട്ട് അടുത്ത് പോയാൽ സ്വന്തം വികാരങ്ങളുടെ മേലുള്ള ഒരു നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ടാകാം. നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഈ ഒരു പേടി. പിന്നെ അവരൊരു ഭൂതകാലത്തിൽ അവർക്ക് ഏറ്റ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയോ വേദനയോ 9 ഓഫ് സോർട്സ് ഇപ്പോഴും അവരുടെ ഉപബോധ മനസ്സിലുണ്ട്. വീണ്ടും ഞാൻ സ്നേഹിച്ചാൽ എനിക്ക് പരിക്കേൽക്കുമോ എന്നൊരു ചിന്ത അവരെ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മൂൺ കാർഡ് അതാണ് പറയുന്നത്. ലവേഴ്സും ടെമ്പറൻസ് റിവേഴ്സും വരുന്നത്, അതാണ് ഈ റീഡിങ്ങിലെ പ്രധാന ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒരു വശത്ത് ഡിവൈൻ കണക്ഷൻ കാണിക്കുന്ന ലവേഴ്സ് ഉണ്ട്, മറുവശത്ത് ക്ഷമയില്ലായ്മയും അതേപോലെ തന്നെ അസുന്ദരാവസ്ഥയും കാണിക്കുന്ന ഒരു കാർഡാണ് ഈ പറഞ്ഞ ടെമ്പറൻസ്, അത് റിവേഴ്സ്. അതിനർത്ഥം അവർക്ക് നിങ്ങളെ വേണം, പക്ഷേ അതിനുള്ള ശരിയായ വഴി അവർക്കറിയില്ല എന്നൊരവസ്ഥ. അവർക്ക് നിങ്ങളായിട്ട് ഒന്നിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പെട്ടെന്ന് എല്ലാം ശരിയാകണം എന്നൊരു വാശി കാരണം അവർ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ രണ്ടുപേരും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. വാക്കുകളേക്കാൾ കൂടുതലും മൗനമായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത്, ആ വ്യക്തി കടന്നു പോകുന്ന 3 ഘട്ടങ്ങളെ നമുക്ക് പറയാം. ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. 6 ഓഫ് കപ്പും പേജ് ഓഫ് കപ്പാണ് വരുന്നത്. ഓക്കെ, 6 ഓഫ് കപ്പും പേജ് ഓഫ് കപ്പും. അവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ കാരണം അവർ സങ്കടപ്പെടുന്നുണ്ടാകാം, പഴയതുപോലെ എനിക്ക് ആ നിഷ്കളങ്കമായ സ്നേഹത്തിലേക്ക് തിരികെ വരണം എന്നൊരു ചിന്ത അവർക്കുണ്ട്.
പിന്നെ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അഭിമാനവും ഈഗോ. 3 ഓഫ് വാൻസ് റിവേഴ്സ് ആണ് എംപറർ. പക്ഷെ ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചാൽ എൻ്റെ വില പോകുമോ, എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കാം എന്നൊരു മൈൻഡ് സെറ്റിലും അവർ നിൽക്കുന്നുണ്ടാകാം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥയാണ്. 2 ഓഫ് സോർട്സ്, 9 ഓഫ് സോർട്സ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ആലോചിച്ച് തല പുകയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നൊരവസ്ഥ. 6 ഓഫ് സോർട്സും ഹെർമിറ്റും ഏസ് ഓഫ് കപ്പും പറയുമ്പോൾ ഈ കാർഡുകളുടെ ഒഴുക്ക് പറയുമ്പോൾ ഈ ഒരു അകൽച്ച ശാശ്വതമായിട്ടുള്ളതല്ല, സ്ഥിരമല്ല. ഇപ്പം നടക്കുന്നത് അവർ താൽക്കാലികമായിട്ടുള്ളൊരു ഉൾവലിയലാണ്. കാരണം നിങ്ങളിൽ നിന്നുള്ളൊരു അകൽച്ച അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് പറയുന്നത്. ഇനി വരാനിരിക്കുന്നത് ഈ ഒരു മൗനത്തിൻ്റെ ഘട്ടം കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ സ്നേഹം അണപൊട്ടി ഒഴുകുന്നൊരവസ്ഥയിലോട്ടാണ് വരിക. കൂടുതൽ പക്വതയോടുകൂടി നിങ്ങളും അവരും ഈ ഒരു ബന്ധത്തിനെ ശക്തമായ വികാരങ്ങളോട് കൂടി തന്നെ ഇതിനെ മനസ്സിലാക്കുന്നൊരവസ്ഥ. ആ സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാം, ഒരു പുതിയ തുടക്കം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് റെമഡീസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ എംപ്രസ് ആയിട്ടുള്ള ആ എനർജിയിലോട്ട് മാറുക. ഏറ്റവും ശക്തമായിട്ടുള്ള പോസിറ്റീവ് കാർഡ് അതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭംഗിയിലും കരിയറിലും സന്തോഷത്തിലും ശ്രദ്ധിക്കാം. കാരണം നിങ്ങൾ സ്വയം സ്നേഹിക്കപ്പെടുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആകർഷണ വലയത്തിലേക്ക് ആ വ്യക്തി സ്വയം വലിച്ചടിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത്. പിന്നെ ക്യാൻഡിൽ വെച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു റോസ് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള മെഴുകുതിരി കത്തിച്ച് ലവേഴ്സ് ഗാർഡിനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് മാത്രം വിഷ്വലൈസ് ചെയ്യണം. ഭയവും സങ്കടമൊന്നും ഈ സമയത്ത് മനസ്സിൽ വരരുത്. ഓക്കെ, കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു മൗനം ഒരു മാറ്റത്തിന് വേണ്ടിയുള്ളതാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ഒടുവിൽ വിജയം നിങ്ങളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഒരു കാർമിക് സൈക്കിൾ നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയധികം മേജർ ആർക്കാന കാർഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡബിൾ ആയിട്ടുള്ള 2 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, കപ്പുകൾ വരുന്നുണ്ട്, ആവർത്തനങ്ങളുണ്ട്. കാരണം നമ്പർ 2 നമ്പറുകൾക്ക് പ്രാധാന്യമുണ്ട്. 2 ഓഫ് വാൻസും 2 ഓഫ് സോഴ്സും വരുന്നുണ്ട്. ഈ ബന്ധം ഇപ്പോൾ നിൽക്കുന്നത് ഒരു ക്രോസ് റോഡിലാണ്. 2 വഴികളിലേക്ക് പിരിയാൻ വേണ്ടി മനസ്സ് പറയുന്നുണ്ടാകാം, പക്ഷേ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി ആത്മാവ് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. 2 കാർഡുകളും പരസ്പരം തടസ്സം നിൽക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നമ്പർ 6 വരുന്നുണ്ട്, 6 ഓഫ് കപ്പ്, 6 ഓഫ് സോഴ്സ്. ഓക്കെ, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മാറ്റത്തിനെയാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്പ് ഭൂതകാലത്തിനെയും 6 ഓഫ് സോഴ്സ് ഭാവിനെയുമാണ് കാണിക്കുന്നത്. അതായത് പഴയ സങ്കടങ്ങളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഈ ഒരു ബന്ധം ഒരു പുതിയ ശാന്തതയിലേക്ക്, ഒരു ഹീലിംഗ് പ്രോസസ്സ് പോലെ യാത്ര ചെയ്യുന്ന സമയം. ഓക്കെ, പിന്നെ ഈ കാർഡുകളിൽ വാട്ടർ എലമെന്റ്സ് കൂടുതലാണ്. കപ്സ്, കിങ് ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ്, പേജ് ഓഫ് കപ്പ്, 6 ഓഫ് കപ്പ്. പിന്നെ ഫയർ എലമെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് വാൻസ്, ആക്ഷൻ എടുക്കാനുള്ളത്, അതെല്ലാം റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്, 3ഉം 2ഉം. അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ഇടയിൽ വികാരങ്ങൾക്ക്, ലവ് ആൻഡ് ഇമോഷൻസ് യാതൊരു കുറവുമില്ല. ഒരു വലിയൊരു കടലുണ്ട്. പക്ഷെ എന്താ പറയാ, ഒരു കല്യാണം, ഒരുമിച്ച് ജീവിക്കല്, ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം, അതിലോട്ട് മാറാനുള്ള ഒരു തീപ്പൊരി, ഒരു ആക്ഷൻ, ഒരു ഫയർ ഇപ്പോൾ നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തിയിലില്ല, അല്ലെങ്കിൽ നിങ്ങളിലില്ല, ഈ ബന്ധത്തിലില്ല. വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ, ഒന്നും പ്രവർത്തിക്കാത്തൊരവസ്ഥ. ഓക്കെ, കാരണം ഇതിലെ എംപ്രസും എംപററും വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൂർണ്ണമാക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മേ ബി ടിൻ ഫ്ലെയിം ആയിരിക്കാം, മിറർ സോളായിരിക്കാം. അവരെ നിങ്ങളിൽ കാണുന്നത് അവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയെ ആയിരിക്കാം. ഓക്കെ, പുരുഷനാണ് കാണുന്നതെങ്കിൽ. ഇത് നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾ അവരിൽ കാണുന്നത് കടുപ്പക്കാരനാണെങ്കിലും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ കഴിയുന്ന ഒരു പുരുഷനെ ആയിരിക്കാം സ്ത്രീ ആണെങ്കിൽ കാണുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപറർ ഈഗോന്റെയും കടുപിടുത്തത്തിന്റെയും പുറത്തായിരിക്കും നിൽക്കുന്നത്. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ കൂടുതൽ മൗനമാകുന്നുണ്ടാകാം, അത്തരൊരു അവസ്ഥ ഉണ്ടാകാം. കാരണം ഇതിലിപ്പോൾ കടുത്ത മൗനവും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി മിററിന്റെ അഫർമേഷൻ ചെയ്തു നോക്കുന്നത് വളരെയധികം നല്ലതാണ്. ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ച് മനസ്സിൽ പറയുക,
എൻ്റെ ഉള്ളിലെ സ്നേഹം ശുദ്ധമാണ്. നിൻ്റെ ഉള്ളിലെ ഭയത്തെയും ഈഗോയെയും ഞാൻ ക്ഷമിക്കുന്നു. നമ്മൾക്കിടയിലെ തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം ഈ ടാരറ്റിലെ ലവേഴ്സ് എനർജി ഉള്ളതുകൊണ്ട് ടെലിപ്പതിക്കായിട്ട് ഈ സന്ദേശം അവരുടെ ഉപബോധ മനസ്സിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലോട്ട് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ 9 ഓഫ് സോർട്സിൻ്റെ ഭയം, ഉറക്കമില്ലായ്മ മാറി അവർ നിങ്ങളിലേക്ക് വരാൻ ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഈ 15 കാർഡ് വായിക്കുമ്പോൾ അന്തിമമായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറയുമ്പോൾ ഈ ഒരു അകൽച്ച താൽക്കാലികമാണ്. ഓക്കെ, ചിലപ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളോ കരിയറോ സാമ്പത്തികമോ കുടുംബ പ്രശ്നങ്ങളോ കാരണം അവർ സ്വയം എടുത്ത ഒരു ബ്രേക്ക് ആയിരിക്കാം. അവരുടെ ഹൃദയം മുഴുവൻ നിങ്ങളായിരിക്കാം. ഏസ് ഓഫ് കപ്പും കിങ് ഓഫ് കപ്പും പോലെ അവർക്ക് നിങ്ങളെ മറക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ ഒരു മൗനത്തിൻ്റെ ഘട്ടം കഴിയുമ്പോൾ ഹെർമിറ്റിൻ്റെ എനർജി മാറുമ്പോൾ അവരുറപ്പായിട്ട് പുതിയൊരു തുടക്കമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നാണ് കാർഡുകൾ പറയുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു എനർജി പോസിറ്റീവായിട്ട് നിലനിർത്തുക എന്ന് മാത്രമാണ്. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക, അത് വർക്കാകും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് റെസണേറ്റ് ആയി എന്ന് നിങ്ങൾ മാത്രം നോക്കുക. നമ്മൾ ഈ ആ ഒരു ടോപ്പിക്കിലെടുത്ത റീഡിംഗ് മാത്രമാണ്. ഇത് ഈ പറഞ്ഞൊരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റേന്നല്ല, ആരുടെ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തമായൊരു എനർജി അറിയാം. നിങ്ങൾ ആരെങ്കിലും അടുത്ത് പോയിട്ട് നെഗറ്റീവും പോസിറ്റീവും അറിയാം. നമ്മൾ റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. സന്തോഷിപ്പിക്കലും മാത്രമല്ല ഉദ്ദേശം. താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വരിക. നമ്മളതിലെന്താണോ കാണുന്നത് അത് കറക്റ്റായിട്ട് പറയും. ആ കാർഡിൽ വരുന്ന ഗൈഡൻസ് ആണ്, അല്ലാതെ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു റീഡിങ് നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തളർത്തുന്നതാണോ എന്നറിയില്ല, ഗൈഡൻസ് തരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, പ്രണയത്തിന് വേണ്ടി, പണം ആകർഷിക്കാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് മാജിക് ഇല്ലാതാക്കാൻ, അങ്ങനെ പലതരം PCOD പ്രശ്നങ്ങൾക്ക് വേണ്ടി, പലതരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റലുകൾ പലരും ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ വിശ്വാസമുള്ളവർ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് റിസൾട്ട് കിട്ടുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, റീഡിങ്ങിനാണെങ്കിലും എന്തിനാണെങ്കിലും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ.